നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ കഴിഞ്ഞ 8ഉം 9ഉം വാക്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് അതിൻ്റെ തുടർമാനമായിട്ട് വീണ്ടും അത് തന്നെ ചിന്തിക്കണം. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷരായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതിയുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പീൻ എന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. ഈശോയുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുവാൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവും പറയുന്നു. ഇവിടം വരെ നമുക്കിന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേലിൻ്റെ പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി ക്രിസ്തു വന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും പൗലോസ് പറയുകയാണ്. നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്തു. പ്രധാനമായിട്ട് അബ്രഹാമിൽ കൂടി ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഏറ്റവും പ്രധാനമായി അവരുടെ സിറ്റുവേഷൻ അവരെ വസിക്കണമെന്നാണ്. അത് യൂഫ്രട്ടീസ് നദി മുതൽ നൈൽ നദി വരെയുള്ള സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തു. എന്നാൽ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാനായിട്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലേ വരുള്ളൂ. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്. എന്തിനാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരിൽ കൂടി ജാതികൾക്ക് പ്രകാശം വരുവാനായിട്ടാണ്. 2-3 വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ശ്രദ്ധയോടെ ഇരിക്കണം. ആ വാക്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളെ അത് സഹായിക്കും. അത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇത് അന്ത്യനാളുകളാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. യെശയ്യാവ് 43-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്ന യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയില്ല. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന പ്രോമിസാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനാണ് എന്ന് പറയുന്നു. ഞാൻ തന്നെ ദൈവം. തുടർന്ന് 43-ന്റെ 12-ാം വാക്യം വരുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. വീണ്ടും യെശയ്യാവ് 44-8 നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, പണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചില്ലയോ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനില്ലാതെ ഒരു ദൈവമുണ്ട്, ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല. ഇതിനകത്ത് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, യു ആർ മൈ വിറ്റ്നസ്. അതുകൊണ്ടാണ് ഭൂമിയുടെ മധ്യഭാഗം അവർക്ക് കൊടുത്തത്. നിങ്ങൾ കൂടി ജാതികൾ അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിൻ്റെ പ്രകാശം പരത്തുവാനായിട്ട് യഹൂദിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളാണ് വിറ്റ്നസ് ആയിരിക്കുന്നത്, ജാതികൾ. യേശുക്രിസ്തു ശമര്യക്കാരി സ്ത്രീയുടെ അരിക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, സാൽവേഷൻ ഈസ് ഫ്രം ജ്യൂസ്. യഹൂദന്മാരിൽ നിന്നാണ് രക്ഷയെന്ന് യോഹന്നാൻ 4:22 പറയുന്നു. ആദ്യത്തെ സഭയും യഹൂദന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, ജാതികൾ വളരെ കുറവായിരുന്നു. വിശ്വസ്ത യഹൂദന്മാർ അവർ സത്യം പ്രചരിപ്പിച്ച് വിശ്വസ്തരായി. ശൗലിനെ സംബന്ധിച്ചിടത്തോളം ശൗല് പോലും ജാതികളെ നായ്ക്കളെന്ന് വിളിച്ച ശൗല് പിന്നീട് ഈ നായ്ക്കളെ നേടാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. ജാതികളോടുള്ള സുവിശേഷം, ജാതികളോടും യഹൂദനോടും ഒരേ രക്ഷയിലേക്ക് നടത്തുന്ന സുവിശേഷം. അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ റെഫറൻസ് പിന്നെ പറയുന്നത്. ഇവിടെ സങ്കീർത്തനത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നും ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നുമൊക്കെ പറയുന്ന ഭാഗങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി സ്തുതി പാടും എന്ന് പറയുന്നു. 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ 2 പേരും, യഹൂദനും ജാതികളും 2 പേരും ദൈവത്തെ മഹത്വീകരിക്കണം എന്ന് പറയുന്നു. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഉദ്ധരണികളിൽ ഈ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ
പറയുന്ന ഉദ്ധരണികളിൽ പറയുന്നത്, ക്രിസ്തു തന്നെ ജാതികളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിഴലായ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നുള്ള വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന സഭ പെന്തക്കോസ്തിൽ യഹൂദന്മാരാൽ മാത്രം ആരംഭിച്ച സഭയാണെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 10 ആയി കഴിയുമ്പോഴത്തേക്ക് ജാതികൾ ഓരോരുത്തർ വരുന്നതായിട്ട് കാണാൻ പറ്റും. റോമർ 15:9 ഇവിടെ ജാതികളുടെ മധ്യേ ദൈവത്തെ സ്തുതിക്കുന്ന ചിത്രം ഇവിടെ കാണുകയാണ്. അതുപോലെ റോമർ 15:11 വന്നപ്പോഴത്തേക്ക് ജാതികളും യഹൂദന്മാരും ചേർന്ന് സ്തുതിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പീൻ ചേർന്ന് സ്തുതിക്കുകയാണ്. വീണ്ടും ജാതികളും വംശങ്ങളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് 11 വാക്യത്തിൽ വീണ്ടും പറയുന്നു. അവൻ്റെ ജനത്തോട് സ്തുതിപ്പീൻ, സകല ജാതികളുമേ സകല വംശങ്ങളുമേ അവനെ ചേർന്ന് സ്തുതിപ്പീൻ. 117 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യമാണത്. പിന്നീട് യെശയ്യാവ് 11:10 ഉദ്ധരിച്ചുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പൗലോസ് എത്തി നോക്കുകയാണ്. അന്ന് കർത്താവ് രാജാവായി വരുന്നതിന് മുമ്പ് ഈ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച നമ്മൾ എത്ര വലിയവരാണ് എന്ന് 13 വാക്യത്തിൽ പറയുകയാണ്. ഇത് എൻ്റെ ഒരു ചുരുക്കമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാണ്. 9-10 വാക്യങ്ങളിലെ ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നുള്ളൊരു ഹെഡിങ്ങാണ് 9-10 വാക്യങ്ങളിലെ. അബ്രഹാമിനോടുള്ള ഉടമ്പടിയിൽ യഹൂദനോടുള്ള വാഗ്ദത്തങ്ങൾ കൂടി ജാതികളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. റോമർ 4:11-16 വാക്യങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. നേരത്തെ നമ്മളത് പഠിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഈ 7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ 7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലെ 8 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന നമുക്ക് കാണാം. ദൈവത്തെ സ്തുതിക്കുക. ഓരോ വാക്യങ്ങളിലും നമ്മളത് എടുത്ത് നിങ്ങളത് പ്രത്യേകം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. 7 വാക്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു 1. പിന്നെ വീണ്ടും 9 വാക്യത്തിൽ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്ന് പറയുന്നു. ആ വേർഡ് സ്തുതി മഹത്വീകരണം എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. 10 വാക്യത്തിൽ ജാതിയുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടും. അവിടെയും പറയുന്നു റിജോയ്സ് ആൻഡ് പ്രൈസ്, 2 കാര്യങ്ങൾ. വീണ്ടും പറയുന്നു 11 വാക്യത്തിൽ ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പീൻ, പ്രൈസ് ദ ലോർഡ്, ഒന്നിച്ചാനന്ദിക്കുക. ജാതികളെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങൾ അവനെ സ്തുതിക്കട്ടെ. ഏകദേശം 8 പ്രാവശ്യം ഇവിടെ സ്തുതി മഹത്വത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജാതിയുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടും. സങ്കീർത്തനം 18:49. അതിന് വാഴ്ത്തും പാടും സ്തുതിക്കും എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാണ്. എന്താണ് കാര്യം? 11 വാക്യത്തിൽ പറയുന്നുണ്ട് ജാതികളും ഇസ്രായേൽ മക്കളും എന്ന് പറഞ്ഞാൽ യഹൂദനും ഇസ്രായേലും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന അനുഭവം. അതാണ് പൗലോസിൻ്റെ ഹൃദയത്തിലുള്ള വലിയ ആഗ്രഹം. അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സകല ജാതികളുമായുള്ളൊരു യഹോവയെ സ്തുതിപ്പീൻ. ഇവിടെ സകല ജാതികളും വംശങ്ങളും കർത്താവിനെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 117:7 11 വാക്യത്തിൽ പറയുന്നതാണ്. 12 വാക്യത്തിലേക്ക് വരുമ്പോഴേ ഇശായിയുടെ വേരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇശായി എന്ന് പറഞ്ഞാൽ ജെസ്സി. ഇശായിയുടെ വേര് യേശു. ഇശായിയുടെ വേരും ജാതികളെ ഭരിക്കാൻ എഴുന്നേൽക്കുന്നവനുമായവൻ എന്ന് വെച്ചാൽ ഇശായിയുടെ വേരായിട്ടുള്ള വംശങ്ങളുടെ കൊടിയായി നിൽക്കുന്ന യേശു. ഇവിടെ ഇശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനും ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവ് പറയുന്നു. യെശയ്യാവ് 11:10 കാണുന്നതാണ്. വംശങ്ങളുടെ കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവൻ. ഇത് ആ വാക്കിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. വേര് ഏറ്റവും അടിയിലാണ്, കൊടി ഏറ്റവും മേളിലാണ്. അന്നേരം എന്നാൽ ഇതിനകത്ത് കാണുന്നത് ഈ കൊടി ജാതികളെ കാണിക്കുന്നതാണ്. വിദൂരസ്ഥരായ ജാതികൾക്ക് കാണത്തക്കവണ്ണം കൊടി ഉയരെ പറക്കുകയാണ്. ഇശായിയുടെ വേര്, ദാറ്റ് ഈസ് ജീസസ്, യേശു. അവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. കൊടിയെന്ന നിലയിൽ എല്ലാവരും അവൻ്റെ ചുറ്റും കൂടി അവനെ ഉയർത്തപ്പെടും. നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ സർപ്പത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബ്രോൺസ് താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി അതിലേക്ക് നോക്കിയവരെല്ലാം രക്ഷ പ്രാപിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഉയർത്തപ്പെടുമ്പോഴേ യേശുക്രിസ്തുവിലേക്ക് നോക്കുന്നവരെല്ലാം
രക്ഷ പ്രാപിക്കുന്ന ഒരു കാര്യം സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ആണിവിടെ ഒരു കൊടിയായി എന്ന നിലയിൽ അവൻ്റെ ചുറ്റും കൂടത്തക്ക നിലയിൽ അവനെ ഉയർത്തപ്പെട്ടതായിട്ട് കാണുന്നു. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഇവിടെയും കാണുന്ന പ്രത്യാശ നൽകുന്നതും പ്രത്യാശ എന്നുള്ളൊരു വാക്ക് പിന്നെയും ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് കാണുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു കാര്യമല്ല. ഈ പ്രത്യാശ തരുന്നത് ദൈവമാണ്. പ്രത്യാശ നൽകുന്ന ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാണ്. സാഹചര്യത്തെ നോക്കിയുള്ള പ്രത്യാശയല്ല ഇവിടെ, ദൈവത്തെ നോക്കിയുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് കാണുന്നതിനെ അടിസ്ഥാനമാക്കിയല്ല പ്രത്യാശ വരുന്നത്. ഈ പ്രത്യാശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് വളരുന്നൊരു പ്രത്യാശയാണ്, അത് ജീവനുള്ള പ്രത്യാശയാണ്, ഒരു സമൃദ്ധിയുള്ള പ്രത്യാശയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ ഉടലെടുക്കുന്ന പ്രത്യാശയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വരുവാനുള്ള ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ അനുഭവവേദ്യമാക്കാൻ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വരുവാനുള്ള ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ അനുഭവവേദ്യമാക്കുവാൻ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രത്യാശയുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവ തേജസ്സിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. റോമർ 5:2 നമ്മൾ പഠിച്ചതാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ദൈവ തേജസ്. അതുകൊണ്ട് പ്രത്യാശയുടെ വിഷയം എന്ന് പറയുന്നത് ദൈവ തേജസ്സാണ്. നമ്മുടെ മനസ്സിൽ പ്രത്യാശ ഉൽപ്പാദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവ് പ്രത്യാശ തരുന്നു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് മൂലമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. വീണ്ടെടുപ്പിൻ്റെ വ്യവസ്ഥയിൽ ഈ വീണ്ടെടുപ്പിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ മേഖലയാണ്. മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് അവന് ബോധം കൊടുക്കുകയും പ്രത്യാശ അവനെ ശക്തീകരിക്കുകയും ചെയ്യുകയാണ്. പ്രത്യാശ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമല്ല. ദൈവപുത്രനിലുള്ള വിശ്വാസം ആഴത്തിൽ വരുമ്പോഴാണ് അവന് പ്രത്യാശ വരുന്നത്. അതവൻ്റെ ആത്മാവിൻ്റെ ദാനമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോഴേ. പ്രത്യാശ മനുഷ്യനെ സംബന്ധിച്ചത് സ്വാഭാവികമല്ല. ദൈവപുത്രനുള്ള വിശ്വാസം വരുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടാണ് ഈ പ്രത്യാശ നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഈ പ്രത്യാശയിൽ നമ്മൾ സമൃദ്ധിയുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴേ ഞാൻ തൽക്കാലം ഇന്നത്തെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലെ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ 13 വരെയുള്ള വാക്യങ്ങളിൽ കൂടുതൽ കാണുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പ്രത്യാശയുടെ കാര്യവും അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യമൊക്കെയാണ്. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ജാതികൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ യഹൂദന്മാരോടൊപ്പം ആയിത്തീർന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസ് അതിൻ്റെ പല ഭാഗങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നും അതുപോലെ യെശയ്യാ പ്രവചനത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിലെ പ്രത്യാശയിൽ നമ്മൾ വർദ്ധിച്ചു വരണം എന്നുള്ളൊരു ചിന്ത 15-13 കാണുകയാണ്. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം, അതുപോലെ സകല സൽപ്രവൃത്തിയിലും നമ്മൾ വർദ്ധിച്ചു വരണം. വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഒക്കെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ വർദ്ധിച്ചു വരണം. ദൈവപ്രസാദം നമ്മൾ ലഭിക്കാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരണം. ഇതെല്ലാം നമ്മുടെ വർധനവിൻ്റെ ഒരു കാര്യമാണ്. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വളരുന്ന ഒരു പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാണ് ഞങ്ങൾക്ക് പ്രത്യാശ തരുന്നത്. കർത്താവേ, ഈ പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കാനായിട്ട് ദൈവം ഞങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്നു. അത് കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണല്ലോ. അത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാക്കളെ നടത്തുന്നതിനും അവരുടെ കൂട്ടായ്മയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനുമുള്ള കൂടുതൽ ശുഷ്കാന്തി കർത്താവെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വിശ്വാസ ഭവനക്കാരുടെ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകളെ കർത്താവെ മുന്നിലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കാട്രാക്റ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിത് കാണുന്നു, അവരെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രയാസങ്ങളിലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ചില വേദനകളൊക്കെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും ഈ ദിവസങ്ങളിൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഹീലിങ്ങും ഈ ദിവസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ വിടുതൽ കാണുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരും നഷ്ടപ്പെട്ടു പോവാതെ എല്ലാവരും ദൈവസേനയിൽ, ദൈവപ്രത്യാശയിൽ, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ ഇരിക്കുവാൻ കർത്താവെ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്നും വാച്ച് ചെയ്യണം. നമ്മൾ 13-ാം വാക്യം വരെ വന്നിരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് കാണണം. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടുന്നുണ്ട്. ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് കാണണം. പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.